നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി കൃത്രിമ ആഭരണങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിപണിയിൽ കാണുന്ന അതിമനോഹരമായ ഈ ആഭരണങ്ങൾ എങ്ങനെയാണ് ഇത്രയും കൃത്യതയോടെയും ഭംഗിയോടെയും നിർമ്മിച്ചെടുക്കുന്നതെന്ന് അറിയുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രധാനമായും പിച്ചള അഥവാ ബ്രാസ് എന്ന ലോഹം ഉപയോഗിച്ചാണ് ഇത്തരം പരമ്പരാഗതവും ആധുനികവുമായ ഫാഷൻ ആഭരണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു സാധാരണ ലോഹക്കഷണത്തിൽ നിന്നും ആരെയും ആകർഷിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് സമാനമായ രീതിയിലേക്ക് ഇവ മാറ്റിയെടുക്കുന്നതിന് പിന്നിൽ നിരവധി ഘട്ടങ്ങളുള്ള വലിയൊരു നിർമ്മാണ പ്രക്രിയ തന്നെയുണ്ട്. ഫാക്ടറികളിലും നിർമ്മാണശാലകളിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിദഗ്ധരായ തൊഴിലാളികൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നാം കാണുന്ന ഓരോ ഡിസൈനുകളും. ഈ വലിയ പ്രക്രിയയുടെ ആദ്യഘട്ടങ്ങൾ തുടങ്ങുന്നത് പിച്ചളലോഹത്തിന്റെ വലിയ കഷണങ്ങളും കമ്പികളും വേർതിരിച്ചെടുക്കുന്നതിലൂടെയാണ്. തുടക്കത്തിൽ അസംസ്കൃത വസ്തുവായ പിച്ചള വലിയ ചൂളകളിലിട്ട് ഉയർന്ന താപനിലയിൽ ഉരുക്കിയെടുക്കുന്നു. ഇങ്ങനെ ഉരുകിയ ദ്രാവകം പ്രത്യേക അച്ചുകളിലേക്ക് ഒഴിച്ച് വലിയ കട്ടകളായോ അല്ലെങ്കിൽ നീളമുള്ള കമ്പികളായോ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ കമ്പികൾ പിന്നീട് വലിയ റോളർ മെഷീനുകളിലൂടെ കടത്തിവിട്ട് ആവശ്യമായ കനത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുന്നു. ഓരോ ആഭരണത്തിനും ആവശ്യമായ കനം വ്യത്യസ്തമായിരിക്കും എന്നതിനാൽ ഈ ഘട്ടം വളരെ കൃത്യതയോടെയാണ് ചെയ്യുന്നത്. മെഷീനുകളിൽ നിന്നും പുറത്തുവരുന്ന പിച്ചളക്കമ്പികൾ പിന്നീട് ചെറിയ കഷണങ്ങളായി മുറിച്ചെടുക്കുകയാണ് പതിവ്. അതിനുശേഷം വളരെ ഭാരമേറിയ പ്രസ്സിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് ഈ ലോഹക്കഷണങ്ങളെ അടിച്ച് പരത്തുകയും നമുക്ക് ആവശ്യമുള്ള അടിസ്ഥാന ഡിസൈനുകളുടെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. മാലകളുടെ കഷണങ്ങൾ, വളകളുടെ വളവുകൾ, കമ്മലുകളുടെ അടിത്തറ എന്നിവയെല്ലാം ഈ ഘട്ടത്തിലാണ് രൂപപ്പെടുന്നത്. അടിസ്ഥാന രൂപങ്ങൾ തയ്യാറായതിനുശേഷം പിന്നീട് വരുന്നത് വളരെ സൂക്ഷ്മത ആവശ്യമുള്ള കൈവേലകളാണ്. ഒരു മാല രൂപപ്പെടണമെങ്കിൽ നൂറുകണക്കിന് ചെറിയ പിച്ചളക്കണ്ണികൾ പരസ്പരം കോർത്തെടുക്കേണ്ടതുണ്ട്. തൊഴിലാളികൾ പ്രത്യേകതരം ഫോർസെപ്സുകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് ഓരോ ചെറിയ കണ്ണിയും കൈകൊണ്ട് തന്നെയാണ് കോർക്കുന്നത്. ഇങ്ങനെ കോർത്തതിനുശേഷം ഇവ വേർപെട്ടു പോകാതിരിക്കാൻ പ്രത്യേക തരത്തിലുള്ള സോൾഡറിംഗ് പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ചെറിയ തീജ്വാലകൾ ഉപയോഗിച്ച് ലോഹക്കഷണങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഈ രീതിക്ക് വലിയ പരിചയസമ്പത്ത് ആവശ്യമാണ്. ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും ആഭരണത്തിന്റെ ആകെ ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാലകൾ മാത്രമല്ല, വലിയ നെക്ലേസുകളുടെ പ്രധാന ഭാഗങ്ങളും കമ്മലുകളുടെ തിളങ്ങുന്ന ഡിസൈനുകളുമെല്ലാം ഈ ഘട്ടത്തിൽ തന്നെയാണ് പരസ്പരം കൂട്ടിച്ചേർത്ത് പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ആഭരണങ്ങൾ അടുത്തതായി അയൺ പ്രസ്സിംഗ് അല്ലെങ്കിൽ ഡൈ പ്രസ്സിംഗ് മെഷീനുകളിലേക്ക് മാറ്റുന്നു. ഈ മെഷീനുകൾ ലോഹത്തിനു മുകളിൽ കൂടുതൽ വ്യക്തതയുള്ള ഡിസൈനുകളും പൂക്കളും വള്ളികളുമൊക്കെ പതിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രസ്സിംഗ് കഴിഞ്ഞുവരുന്ന ആഭരണങ്ങളുടെ വശങ്ങളിൽ കൂർത്ത ഭാഗങ്ങളോ അധികം വന്ന ലോഹക്കഷണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാം തൊഴിലാളികൾ ഫയലിംഗ് മെഷീനുകളും ചെറിയ കത്തികളും ഉപയോഗിച്ച് ഉരച്ച് മിനുസപ്പെടുത്തുന്നു. ആഭരണങ്ങൾ ശരീരത്തിൽ ധരിക്കുമ്പോൾ പോറലുകൾ ഏൽക്കാതിരിക്കാൻ ഈ മിനുസപ്പെടുത്തൽ പ്രക്രിയ നിർബന്ധമാണ്. ഇതിനുശേഷം വലിയ കല്ലുകളും മുത്തുകളും പതിക്കാനുള്ള ചെറിയ കുഴികളും അറകളും ഈ ആഭരണങ്ങളിൽ കൃത്യമായ അളവിൽ നിർമ്മിച്ചെടുക്കുന്നു. ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ പിച്ചള കൊണ്ടുള്ള ആഭരണത്തിന്റെ ഒരു അസ്ഥികൂടം പൂർണ്ണമായും തയ്യാറായിട്ടുണ്ടാകും. അടുത്ത ഘട്ടം ഈ ആഭരണങ്ങളെ നന്നായി വൃത്തിയാക്കുക എന്നതാണ്. നിർമ്മാണ സമയത്ത് ലോഹത്തിൽ പറ്റിപ്പിടിച്ച അഴുക്കുകളും എണ്ണമയവും രാസവസ്തുക്കളും നീക്കം ചെയ്യാനായി ഇവയെ പ്രത്യേക ആസിഡ് ലായനികളിലും വെള്ളത്തിലും മാറി മാറി മുക്കി കഴുകിയെടുക്കുന്നു. ഇങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ പിച്ചളയുടെ യഥാർത്ഥ മഞ്ഞ നിറം കൂടുതൽ തെളിഞ്ഞു വരുന്നത് കാണാം. വൃത്തിയാക്കിയ ആഭരണങ്ങൾ പിന്നീട് ഇലക്ട്രോപ്ലേറ്റിംഗ് വിഭാഗത്തിലേക്ക് മാറ്റുന്നു. പിച്ചള ആഭരണങ്ങൾക്ക് സ്വർണത്തിന്റെ തിളക്കവും മൂല്യവും നൽകുന്നത് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രക്രിയയാണ്. വലിയ ടാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ ലായനിയിലേക്ക് അല്ലെങ്കിൽ കെമിക്കൽ മിശ്രിതത്തിലേക്ക് ഈ ആഭരണങ്ങൾ മുക്കിവയ്ക്കുകയും അതിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ചെയ്യുന്നു. ഈ സമയത്ത് സ്വർണത്തിന്റെ വളരെ നേർത്ത ഒരു പാളി പിച്ചളയ്ക്ക് മുകളിൽ കൃത്യമായി പറ്റിപ്പിടിക്കുന്നു. ഇത് ആഭരണങ്ങൾക്ക് അതിമനോഹരമായ സ്വർണ്ണനിറം സമ്മാനിക്കുന്നു. പ്ലേറ്റിംഗ് കഴിഞ്ഞയുടൻ ഇവ വീണ്ടും ശുദ്ധജലത്തിൽ കഴുകി പ്രത്യേക ഡ്രയറുകൾ ഉപയോഗിച്ച് ഉണക്കിയെടുക്കുന്നു. ലോഹത്തിന് സ്വർണ്ണനിറം കൈവന്നതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് കല്ലുകൾ പതിക്കുന്ന ജോലി ആരംഭിക്കുന്നത്. പല നിറത്തിലുള്ള തിളങ്ങുന്ന കുന്തൻ കല്ലുകളും അമേരിക്കൻ ഡയമണ്ടുകളും മുത്തുകളുമൊക്കെ ഈ ഘട്ടത്തിലാണ് ആഭരണങ്ങളിലേക്ക് ചേർക്കുന്നത്. വളരെ ചെറിയ കല്ലുകളായതിനാൽ പ്രത്യേക പശകൾ ഉപയോഗിച്ച് വളരെ സൂക്ഷ്മതയോടെയാണ് തൊഴിലാളികൾ ഓരോ കല്ലും അതിന്റെ അറകളിൽ ഉറപ്പിക്കുന്നത്. കല്ലുകൾ പതിച്ചുകഴിഞ്ഞ ആഭരണങ്ങൾ ഒടുവിലായി ക്വാളിറ്റി ചെക്കിംഗ് വിഭാഗത്തിലേക്ക് മാറ്റുന്നു. ഇവിടെ വെച്ച് ആഭരണത്തിന്റെ തിളക്കം, കല്ലുകളുടെ ഉറപ്പ്, പ്ലേറ്റിംഗിന്റെ ഗുണനിലവാരം എന്നിവയെല്ലാം വിദഗ്ധർ സൂക്ഷ്മമായി പരിശോധിക്കുന്നു.
എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയാൽ അവ പരിഹരിക്കാനായി മാറ്റിവെക്കും. പരിശോധനകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുന്ന ആഭരണങ്ങൾ ആകർഷകമായ ബോക്സുകളിലും കവറുകളിലും പാക്ക് ചെയ്ത് വിപണിയിലേക്കെത്തിക്കാൻ തയ്യാറാക്കുന്നു. അങ്ങനെ വലിയൊരു പ്രക്രിയയിലൂടെ കടന്നുപോയാണ് ഓരോ കൃത്രിമ ആഭരണവും വിപണിയിലെത്തി നമ്മുടെ കൈകളിൽ വന്നെത്തുന്നത്.